എന്ത് രസമല്ലേ ഈ പൂ കാണാനായിട്ട്, ഒരു രക്ഷയില്ല. കമേലിയ പൂക്കളാണ്, തൈകൾ കുറച്ച് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. 1997 കുമാരണ്ണനുമായിട്ടുള്ള സൗഹൃദം. പോലീസിലായിരുന്നു ടെൻഷനൊക്കെ ഇപ്പോഴൊന്ന് പോലീസിലായി. ഇപ്പൊ CA റാങ്കിൽ സർവീസിൽ നിന്നും കഴിഞ്ഞ മെയ് റിട്ടയറായി. ഓർക്കിഡിന്റെ തൈകൾ വീണ്ടും താണ്ട് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. താണ്ട് വീടിന്റെ മുറ്റം മൊത്തം ഓർക്കിഡ്, അന്നത്തെ പ്ലാന്റുകൾ തീർന്നായിരുന്നു. അതേപോലെ തന്നെ ആണ്ട് ഓർക്കിഡിന്റെ തൈകൾ വീണ്ടും നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. കോംബോ 5 എണ്ണം 550 രൂപ, കൊറിയർ ചാർജ് ഫ്രീ. അച്ഛാ, അടുക്ക് പെറ്റൂണിയാ കണ്ടിട്ടില്ലാത്തവർ കാണാനായിട്ട് താണ്ട് ഇപ്പം കൊണ്ടുവന്നേക്കുന്നതാണ്. നല്ല അടിപൊളി അടുക്ക് പെറ്റൂണിയുടെ ഒരു വൻ ശേഖരം തന്നെ വന്നിട്ടുണ്ട്. 500-600ഓളം പ്ലാന്റ് ഇരിപ്പുണ്ട്. ആരും പേടിക്കേണ്ടതാണ്. അടുത്ത അടുക്ക് വെറൈറ്റി ഉണ്ടാ, നല്ല ഭംഗിയുള്ള പ്ലാന്റ്. അതാണ്ട് അടുക്ക് പെറ്റൂണിയ, അതാണ്ട് അടുത്ത അടുക്ക് കളറ്, അതിൻ്റെ അടുത്ത അടുക്ക് ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി. വെള്ളയ്ക്കകത്ത് വയലറ്റ്. അഞ്ഞുകൊണ്ടേ ഒന്ന് കാണട്ട്. ഇതാ അടുക്കാണ്, നല്ല അടിപൊളി അടുക്ക്. നമുക്ക് കട്ടിങ്സ് തയ്യാക്കാനും പറ്റും കേട്ടോ. നാടൻ പോലുള്ള വെറൈറ്റിയാണ്. ഇന്നലെ സമയം പോലെ വന്ന നേഴ്സറിയിൽ രണ്ടാംകുറ്റി കുമാർ നഴ്സറിയിൽ ആസാം മൈതാനത്തും മേടമുക്കിലും. നമസ്കാരം. എന്തുകൊണ്ട്, സുഖമാണ്? സുഖമായിട്ടിരിക്കുന്നവനെ. ഇപ്പൊ എങ്ങനെയുണ്ട് ജീവിതമൊക്കെ? അടിച്ച് പൊളിക്കുമല്ലേ ചെടികളൊക്കെ വെച്ച്? അടിച്ചു പൊളിക്കുകയാണ്. കുമാർ നഴ്സറിയിൽ നിന്ന് വാങ്ങിയ ഒത്തിരി ഫലവൃക്ഷങ്ങൾ നല്ല കായ്ഫലം ഉണ്ടായി. അതിന്റെ സന്തോഷത്തിലാണ്. ഇദ്ദേഹത്തിനെ കണ്ടപ്പോഴാണ് ഇദ്ദേഹം തന്നെ നമ്മുടെ കാരയ്ക്ക ഇഷ്ടംപോലെ പൂത്ത് കാരയ്ക്ക പിടിച്ച്. കാരയ്ക്ക അല്ല അന്യാദപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മരമാണ്. പക്ഷെ ഇവിടുന്ന് തന്ന് അത് നല്ലോണക്ക് പൂത്ത് പുഷ്പിച്ച് കായ് ഉണ്ടായി. അടിപൊളിയായില്ലേ? അതുപോലെ തന്നെ മോൻ തന്നെ ഒരു ബെൽ ഫ്രൂട്ട് ഉണ്ട്. ഞാനത് മുറിച്ച് കളയാനിരുന്നതാണ്. അപ്പോൾ എൻ്റെയൊക്കെ പറഞ്ഞു, സാറേ മുറിച്ച് കളയല്ലേ, അത് പൂക്കുന്നില്ലെങ്കിൽ കുറച്ച് ചാരമൊക്കെ ഇടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ കിടന്ന അരിയിലേയും കമ്പും കൊള്ളിയും എല്ലാം പറക്കിയിട്ട് തീ കത്തിച്ച് അവിടെ തന്നെ തീ കത്തിച്ച് ചാരം ഉണ്ടാക്കി. അതിൽ ചാരം കഴിഞ്ഞ വർഷം ഇട്ട് ഈ വർഷം പൂത്ത് അതിനകത്ത് കായ് പിടിച്ചു. കഴിച്ചോ? കായ്ച്ചത് ഒരെണ്ണം എടുത്ത് കഴിക്കുകയും ചെയ്തു. അടിപൊളി സൂപ്പറാണ്. എത്ര കൊല്ലം കൊണ്ട് ഇവിടുന്ന് ചെടി പിടിക്കുന്നുണ്ട്? 1997 കുമാരണ്ണനുമായിട്ടുള്ള സൗഹൃദം. പോലീസിലായിരുന്നു ടെൻഷനൊക്കെ ഇപ്പോഴൊന്ന്. പോലീസിലായി. ഇപ്പൊ CA റാങ്കിൽ സർവീസിൽ നിന്നും കഴിഞ്ഞ മെയ് റിട്ടയറായി. എന്നിട്ട് കൃഷി പരിപാലനം നന്മമരം ഗ്ലോബൽ എന്ന് പറഞ്ഞ പരിസ്ഥിതി വൃക്ഷവ്യാപന സംഘടനയുടെ സ്റ്റേറ്റ് കോർഡിനേറ്ററാണ്. ഇവിടുന്ന് അതുപോലെ തന്നെ മധുരവന പദ്ധതിക്ക് ഇവിടുന്ന് മരങ്ങൾ ഇഷ്ടംപോലെ മേടിക്കാറുണ്ട്. കുമാരണ്ണൻ നല്ല റീസണബിൾ റേറ്റിൽ പൊതുരംഗത്ത് നിൽക്കുന്നത് കൊണ്ട് അദ്ദേഹം നമുക്ക് വളരെ കൺസെഷൻ റേറ്റിൽ മരങ്ങൾ തരാറുണ്ട്. ഇപ്പോഴും നമ്മുടെ കൊല്ലം ജില്ലയിലും ഇതര ജില്ലകളിലൊക്കെ മധുരവനം പദ്ധതി നടക്കുമ്പോൾ കുമാർ നഴ്സറിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകാറുണ്ട്. അടിപൊളി. അന്നേരം ടെൻഷനൊന്നുമില്ല, അടിപൊളി. ചെടി വളർത്തുന്നു. എന്ത് ഗുണം ഒന്ന് പറഞ്ഞു സാറേ, ആളുകൾ കാണട്ടെ. ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ. ആനന്ദവും വീട്ടിലുണ്ടാകുന്ന സൗരഭ്യവും സൗന്ദര്യവുമാണ് നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾക്ക് പോലും പരിഹാരം കാണാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഫലവൃക്ഷങ്ങൾ നടുമ്പോൾ നമ്മൾ ഡ്രമ്മിലൊക്കെ അതിന് ഇഷ്ടംപോലെ ഫലവൃക്ഷങ്ങൾ നടുന്നുണ്ട്. ഈ വിഷരഹിതമായ അന്തരീക്ഷത്തിൽ നിന്ന് മോചിപ്പിക്കാൻ നമ്മൾ കറക്റ്റ് ഈ രീതിയിൽ ചെയ്താൽ, ഇപ്പോൾ ഹൈബ്രിഡ് വെറൈറ്റിയുള്ള ഒത്തിരി ഫലവൃക്ഷങ്ങളുണ്ട്. ഇപ്പം തന്നെ വീട്ടിലെ ഇവിടുന്ന് വാങ്ങിയതും മറ്റ് ഔട്ട്സൈഡിൽ നിന്നൊക്കെ വാങ്ങിയിട്ടുള്ള 29ഓളം ഡ്രമ്മിൽ പിന്നെ സ്വീറ്റ് മൂസാമ്പി, പിന്നെ ഇസ്രായേൽ ഓറഞ്ച്, അബിയു, പേരയ്ക്ക, പിന്നെ ഈ പ്ലം ഇനത്തിൽപ്പെട്ടത് അവക്കോട പോലും ഡ്രമ്മിൽ വീട്ടിൽ പൂത്തു നിൽപ്പുണ്ട്. അടിപൊളിയാണല്ലോ. സന്തോഷമാണ്. ഇന്ന് രാവിലെ, അതായത് ഇന്ന് 24-ാം തീയതി ഇപ്പൊ തന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വീട്ടിൽ ടെറസിന്റെ മേളിൽ കയറി നിന്ന് അവിടുന്ന് ഒരു പിന്നെ മൂസാമ്പി കണ്ടിച്ച് സ്വീറ്റ് മൂസാമ്പി കഴിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അടിപൊളി. രാവിലെ ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം, മനസ്സിന് സന്തോഷം. അത് മതി. എന്റെ ഫ്രീ ടൈമുകളിലൊക്കെ ഞാൻ വല്ലപ്പോഴും വന്ന് കുമാരനെ കാണാറുണ്ട്. അദ്ദേഹം ചെടികളൊക്കെ തരാറുണ്ട്. ഈ ഫലവൃക്ഷങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ മോട്ടിവേറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അതിന് മൊത്തം ഒന്ന് കറങ്ങി കാണാൻ പുതിയ ലോഡ് വന്നതാ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പം എന്തൊക്കെയാ ഒരുപാട് ഐറ്റം വന്നോന്നല്ലേ പറ. എന്തൊക്കെയാ ഐറ്റം വന്നതെന്ന് വെച്ചാൽ അങ്ങോട്ട് തന്നെ വെയിലൊന്ന് കാണിച്ച് വെയിൽ കണ്ട്. ഇപ്പം വന്നേക്കുന്ന ലോഡാണേ. അതിനകത്ത് ഡാലിയ, ഒരുപാട് ഡാലിയ, പിന്നെ ഡയാന്തസ്, പെറ്റൂണിയ, ഡയാന്തസ്. വെയിലത്തോട്ട് മുഖം ഒന്ന് കാണണ്ട് നല്ല ഭംഗിയില്. ഡാലിയ, പിന്നെ പെൻഡാസ്, പിന്നെ അടുക്ക്, പെറ്റൂണിയുടെ അടുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി അടുക്ക് പ്ലാന്റ്, അടുക്ക് പൂവിന്റെ പ്ലാന്റ് ആണ്. പിന്നെ കോഞ്ചിയ, പിന്നെ കൂമ്പുക്കൽ കുരുമുളക് എടുത്ത് പറയേണ്ട കാര്യം കേട്ടോ. കുറച്ച് അഡീനിയം പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ചുവപ്പ് കളറിലുള്ള പെട്ടി ആദ്യമായിട്ട് നമ്മളിവിടെ കൊണ്ടുവന്ന കോഞ്ചിയ, ആദ്യമായിട്ട് ഇറക്കുന്നു. കോഞ്ചിയ പ്ലാന്റ് പേര്. അത് അടുക്ക് പെറ്റൂണിയം കൊണ്ടൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. അടുക്ക് പെറ്റൂണിയം എടുത്തേ. ഈ 4 ഇടത്ത് എവിടെ ചെന്നാലും നിങ്ങൾക്ക് ഈ സാധനം കിട്ടുന്നതായിരിക്കും. കുറെ വെറൈറ്റികൾ. ബാക്കിയുള്ള ഇടത്തെല്ലാം ഇനിയിപ്പോൾ വരണം അല്ലേ അങ്ങോട്ട്. ഇപ്പം ലോഡ് ഇറക്കിയേക്കുന്നത് അതാ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ രണ്ടാംകുറ്റിയിലാണ്. രണ്ടാംകുറ്റി ശാരദ കല്യാണ മണ്ഡപത്തിനടുത്തുള്ള നേഴ്സിലാണ്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം നമ്മൾ പറഞ്ഞില്ല കേട്ടാ. ഡാലിയ മൊട്ടോട് കൂടിയിട്ടുള്ള ഡാലിയ, വെയിലത്തോട്ടാക്കണേ. 500 ഡാലിയയുടെ തൈ, 500 ഡാലിയയുടെ തൈകൾ, നല്ല അടിപൊളി ഡാലിയയുടെ തൈകൾ 500 എണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. ആവശ്യമുള്ളവർ നേരിട്ട് വന്ന് വാങ്ങിക്കും. പിന്നെ കൂമ്പുക്കൽ കുരുമുളക് കുറച്ച് പ്ലാന്റ് കൊണ്ടുവന്നിട്ടുള്ളൂ. വില കൂടുതലുണ്ട്. ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളേ ഉള്ളൂ. ഒറിജിനൽ കൂമ്പുക്കൽ കുരുമുളകിൻ്റെ കുറച്ച് പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ട്.
ഡാലിയ ഉണ്ട് 100 രൂപ 100 രൂപ അടിപൊളി പ്ലാന്റ്. ഇപ്പം എൻ്റെ ഓർക്കിഡിൻ്റെ തൈകൾ വീണ്ടും താണ്ടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. താണ്ടെ വീടിൻ്റെ മുറ്റം മൊത്തം ഓർക്കിഡ്. അന്നത്തെ പ്ലാന്റുകൾ തീർന്നായിരുന്നു. അതേപോലെ തന്നെ ആണ്ട് ഓർക്കിഡിൻ്റെ തൈകൾ വീണ്ടും നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. കോംബോ 5 എണ്ണം 550 രൂപ, കൊറിയർ ചാർജ് ഫ്രീ. അടിപൊളി സാധനം, നല്ല അടിപൊളി പ്ലാന്റുകൾ താണ്ടെ ഇപ്പം കൊണ്ടുവന്നിരിക്കുന്നത് 500 ഒരു 100 പേർക്കുള്ള സാധനം ഞങ്ങൾ തന്നേക്കാം. 100 പേർക്കുള്ള കോംബോ സെറ്റ്, നല്ല അടിപൊളി ഫ്രഷ് പ്ലാന്റ്. താണ്ടെ കണ്ട ഒന്ന് നോക്കണ്ട, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ, പടപടാന്നായിക്കോട്ടെ. ഓക്കെ.